Hi! Welcome back to Wanderscapes Flashback edition. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് യമുനോത്രിയിലെത്തി യമുനോത്രി ധാമിലേക്കുള്ള ട്രെക്കിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. കണ്ടവരൊക്കെ ഞങ്ങളോട് നല്ല ഫീഡ്ബാക്കാണ് തന്നത്, നല്ല അഭിപ്രായമാണ് തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നല്ല സന്തോഷമുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് മുകളിലിടാം, കണ്ടോളൂ. ഈ എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കാൻ പോണത് മൂന്നാമത്തെ ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങളാണ്. ഞങ്ങൾ ബഡ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഏകദേശം 180 കിലോമീറ്റർ ഉണ്ട് ഗംഗോത്രിയിലേക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ദിവസം എടുക്കും വണ്ടിയിൽ അവിടെ എത്താൻ. ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കാണിക്കുക. നമുക്ക് വഴിയോര കാഴ്ചകളും ആ ദിവസം എന്തൊക്കെ ഉണ്ടായെന്നൊക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര പോവല്ലേ. ഇന്നത്തെ ദിവസം അത്ര തിരക്കേറിയതല്ല എന്നുള്ളതുകൊണ്ട് എല്ലാവരും വളരെ സാവധാനത്തിലാണ് ദിവസം ആരംഭിച്ചത്. രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് റിലാക്സ്ഡായി വർത്തമാനമൊക്കെ പറഞ്ഞ് രസമായി ഇങ്ങനെ ഇരുന്നു. ഇതൊരു പാക്കേജ് ടൂറാണ്. അതിൽ ട്രാവൽ, അക്കോമഡേഷൻ, ഫുഡ് ഒക്കെ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രാവൽ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ യാത്രയിൽ ഉടനീളം നമ്മുടെ കൂടെ ഒരു ബസ് ഡ്രൈവർ, ഗൈഡ് കം മാനേജർ, പിന്നെ ഒരു കുക്ക്, ഒരു സഹായി, ഇവരൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് സുസജ്ജമായിട്ടുള്ള ഒരു മൊബൈൽ അടുക്കളയുണ്ട്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ ഗ്യാസ് അടുപ്പ്, അരി, പല വ്യഞ്ജനങ്ങൾ തുടങ്ങി ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. വെൽ സ്റ്റോക്ക്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണത്. ഞങ്ങൾക്ക് ഉള്ള പ്രാതൽ ഇവിടെ റെഡി ആയോണ്ടിരിക്കുകയാണ്. നല്ല സേമിയ ഉപ്മാവും ചൂടുള്ള ഉഴുന്നോടെയൊക്കെ കഴിക്കട്ടെ. ഞങ്ങളുടെ യാത്രയും ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ അധികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളോ ഒന്നുമല്ല. സാധാരണ വലിയ കുഴപ്പമില്ലാത്ത സംവിധാനങ്ങളുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചതുമൊക്കെ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അവനവൻ്റെ ബാഗും ഇതൊക്കെ എടുത്തു കൊണ്ടുവന്ന് ബസ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അധികം താമസിയാതെ ഇവിടുന്ന് നമ്മൾ ഗംഗോത്രിയിലേക്കുള്ള യാത്ര തുടങ്ങി. ബസ്സിൽ സാധനങ്ങളൊക്കെ കയറ്റി തുടങ്ങി. ഞങ്ങളുടെ ലഗേജ് കൂടാതെ കിച്ചണിലെ സാമാനങ്ങളും ഒക്കെ എൻ്റെ ബാക്ക് സൈഡിൽ കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായി ബസ്സിൽ കയറി എൻ്റെ സ്ഥാനത്ത് ഇരുന്നു. അതുപോലെ വർത്തമാനവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദിവസം ആരംഭിക്കുകയായി. ഞങ്ങളുടെ ബർക്കോട്ടിൽ നിന്ന് ഏകദേശം 185 കിലോമീറ്ററാണ് ഗംഗോത്രിയിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ധരാസു പാസ് വഴി ഉത്തരകാശിയൊക്കെ പിന്നിട്ട് ഹർഷിൽ എന്ന് പറഞ്ഞ സ്ഥലവും കൂടിയും പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഗംഗോത്രിയിൽ എത്തിച്ചേരുക. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര തുടങ്ങിയത്. യാത്ര തുടങ്ങി ഇപ്പോൾ ഏകദേശം നമുക്ക് കുറച്ചൊക്കെ പരിചിതമായിട്ടുള്ള കാഴ്ചകളാണ്. മലകളും കുന്നും മലഞ്ചെരിവുകൾ, സൈഡിൽ കൂടെ നദി ഒഴുകണു. അങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയോണ്ടിരിക്കുമ്പോഴാണ് ഒരു ടണലിൽ കയറിയത്. അത്യാവശ്യം വലിയൊരു ടണലാണത്. ഉത്തരകാശിയിൽ എത്താറാവുമ്പോഴാണ് ഈ ടണലുള്ളത്. റോഡിൻ്റെ 2 സൈഡിൽ ഇതുപോലത്തെ മലനിരകളായി. ശരിക്കും ഒരു മലയോര പാത എന്ന് പറയാം. സൈഡിൽ കൂടെ പുഴ ഒഴുകുണ്ട്. ഭാഗീരഥിയാണ് ഇപ്പോൾ, അതോ ഗംഗയായി കഴിഞ്ഞിട്ടില്ല. കിലോമീറ്ററോളം നമ്മൾ അതിൻ്റെ വക്കത്ത് കൂടെ തന്നെയാണ് ഇങ്ങനെ പോയോണ്ടിരിക്കുക. പല പല കുന്നുകൾ കയറി ഇറങ്ങി. ഈ കാഴ്ചകളൊക്കെ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. നമ്മൾ ശരിക്കും കണ്ട് അനുഭവിച്ചറിയേണ്ട ഒരു യാത്രയാണത്.
അതിഗംഭീരം റോഡൊന്നുമല്ല, വളരെ നേരിയ റോഡുകളാണ്. പല സ്ഥലത്തും റോഡിൻ്റെ വശത്ത് കൈവരികളും കൂടി ഇല്ല. നമുക്ക് വണ്ടിയൊക്കെ തിരിക്കുന്ന സമയത്ത് പേടിയാവും, ഈശ്വര അങ്ങോട്ട് മറിയോ എന്നൊക്കെ തോന്നും, അത്രയും നാരോ ആണ്. പിന്നെ 2 വണ്ടികൾക്കൊന്നും ഒന്നിച്ച് പോകാൻ പല സ്ഥലത്തും സ്ഥലമില്ല. കാരണം മലയുടെ സൈഡിലാവുമ്പോൾ അത്രയ്ക്കൊക്കെ വീതിയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വീതിയില്ലാത്ത സ്ഥലത്തൊക്കെ വരുമ്പോൾ പതുക്കെ പിന്നാലെ പോവുക, വണ്ടി ഒതുക്കി എടുക്കാൻ പറ്റുന്നിടത്ത് ഒതുക്കി എടുക്കുക. അങ്ങനെയൊക്കെ സാഹസികമായിട്ട് തന്നെയാണ് ഡ്രൈവ് ഇത് കൂടെ ഉള്ളത്. ഡ്രൈവിംഗ് വൈദഗ്ധ്യം അത്യാവശ്യം വേണ്ട തന്നെയാണ് ഇത് കൂടെ ഓടിക്കണമെങ്കിൽ. വണ്ടിയിൽ ഇതാ ചിലർ കടന്നുറങ്ങുന്നുണ്ട്, ചിലർ വർത്തമാനം പറയുന്നുണ്ട്, ചിലർ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. സാധാരണ യാത്രകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. മിക്കവാറും എല്ലാ മലകളുടെ സൈഡിലും ഇതുപോലെ ഇങ്ങനെ മല ഇടിഞ്ഞ പോലെ കാണാം. അതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ് തോന്നുന്നുണ്ട്, പല സ്ഥലത്തും കാണാതെ. അതുപോലെ തന്നെ പല സ്ഥലത്തും നദി ഇങ്ങനെ പരന്നൊഴുകുന്നുണ്ട്. വെള്ളം നല്ല ചളിവെള്ളം പോലെ കേട്ടോ. ഒരു വശത്ത് പാറ, മറ്റേ വശത്ത് കൊക്ക. നമുക്ക് വെറുതെ പുറത്തേക്ക് നോക്കിയാൽ തന്നെ പേടിയാവണ കാഴ്ചയാണ്. അതിസാഹസികമായ ഒരു യാത്ര ചെയ്യണ ഒരു ഫീലാണ് ഇപ്പോൾ. ചില സ്ഥലത്തൊക്കെ പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ പോലെ കാണാണ്ട്, വല്ല ഉരുൾപൊട്ടലോ മലയിടിച്ചിലൊക്കെ സംഭവിച്ചതായിരിക്കാം എന്തെങ്കിലുമൊക്കെ. കൂറ്റം പാറക്കഷ്ണങ്ങൾ, ചിലതൊക്കെ ഇപ്പോൾ അങ്ങോട്ട് ഉരുണ്ട് വീഴുമെന്ന് തോന്നും. അങ്ങനെ അത്രയും ഡെലിക്കേറ്റ്ലിയാണ് അതൊക്കെ അവിടെ നിൽക്കുന്നത്. എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ പോകണുണ്ട് ബസ്. റോഡിന് വളരെ വീതി കുറവാണെന്ന് പറഞ്ഞല്ലോ. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ മലകൾ അങ്ങനെ തൊട്ടില്ല എന്നുള്ള പോലെ കേട്ടോ പോവുക. ശരിക്കും കൈ നീട്ടി നമുക്ക് തൊടാം, അത്ര അടുത്ത് കൂടെയാണ് വണ്ടികൾ പോവുക. അത്രയ്ക്കേ അവിടെ സ്ഥലമുള്ളൂ. എന്തായാലും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയാണത്. പല സ്ഥലത്തും കാട്ടുചോലയിൽ നിന്നുള്ള വെള്ളമൊക്കെ റോട്ടിലേക്ക് വരുന്നുണ്ട്. അത് കാരണം റോഡ് കേടായിട്ടുണ്ട്. അവിടെയൊക്കെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ആൾക്കാർ റിപ്പയർ വർക്ക്സ് നടത്തുന്നുണ്ട്. അവർക്ക് നല്ല പണി തന്നെ കേട്ടോ. കാരണം അത് എപ്പോഴാണ് റോഡ് കേടുവരികയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടോപ്പോഗ്രഫിയാണ് ഇവിടുത്തെ. കമൻഡബിൾ വർക്കാണ് അവർ ചെയ്യണ, സംശയമില്ല. ഇതുണ്ടോ, ഇത് റോട്ടിലാണ് അങ്ങനെ ചാല് പോലെ വെള്ളം ഒഴുകി പോണേ. അങ്ങനെ വരുമ്പോൾ റോഡ് തന്നെ അങ്ങോട്ട് ഒലിച്ച് പോവുകയാണ്. എന്തൊക്കെ ചെയ്യുക. അവിടെയൊക്കെ അവർ കോൺക്രീറ്റ് ചെയ്ത് കൂടുതൽ ശക്തിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്താണ് വണ്ടിയുടെ ടയർ പഞ്ചറായി. ഭാഗ്യത്തിന് സുഖി ടോപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്താറായ സമയത്താണ് ടയർ പഞ്ചറായത്. അപ്പോൾ അവിടെ എത്തിയതും ഡ്രൈവർ വണ്ടി ഒതുക്കി ടയർ മാറ്റാനുള്ള ശ്രമത്തിലായി. ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി കാഴ്ചയൊക്കെ ആസ്വദിച്ച് അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായയും കടിയൊക്കെ വാങ്ങിക്കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല കാഴ്ചയൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ആ ഒരു സ്റ്റോപ്പും എൻജോയ് ചെയ്തു എന്ന് വേണം പറയാൻ. ഇടയിൽ പല സ്ഥലത്തും പല കൈവഴികളും വന്ന് നദിയിൽ ചേരുന്നുണ്ട് തോന്നുന്നുണ്ട്. ചില സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നീർച്ചാലുകൾ വന്ന് കൂടി ഒഴുകുന്നുണ്ട് താഴത്തേക്ക്. കണ്ടാലും മതി വരാത്തൊരു കാഴ്ച പോലെ അതിങ്ങനെ മനസ്സിനെ മോഹിപ്പിക്കുന്ന ഒരു സീനായി
തോന്നുന്നു. അങ്ങനെ കുറേ കൂടി ദൂരം പോയപ്പോൾ ഞങ്ങൾ ഹർഷൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. പേര് സൂചിപ്പിക്കണ പോലെ തന്നെ ഹർഷഭരിതമായൊരു സ്ഥലം എന്ന് പറയാനാണ് തോന്നുന്നത്. നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെ ആയിട്ട് മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകളാണ് അവിടെ ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഞങ്ങൾ പക്ഷെ അവിടെ ഒന്നും നിർത്തിയില്ല, കാരണം സന്ധ്യയാവാനുള്ള ശ്രമമായിരുന്നു. വല്ലാണ്ട് ഇരുട്ടണേൻ്റെ മുമ്പ് ഗംഗോത്രിയിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്താതെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഉണ്ടായത്. മഞ്ഞുള്ളടത്ത് മഞ്ഞുരുകി വെള്ളമുണ്ട്, അത് കാരണം റോഡൊക്കെ മഹാമോശമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഗംഗോത്രിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലെയൊക്കെ ഉണ്ട്, കുറേ ബസ്സുകളും കണ്ട് സാധുക്കളെ അല്ലെങ്കിൽ ടൂറിസ്റ്റിനൊക്കെ കാണാൻ തുടങ്ങി. ഗംഗോത്രിയിലെത്തി ഗസ്റ്റ് ഹൗസിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങൾ കുറച്ച് പേര് നേരെ അമ്പലത്തിലേക്ക് പോയി. യമുനോത്രിയിലെ അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ വൃത്തികേടും ആകപ്പാട അന്തരീക്ഷമൊക്കെ നമുക്ക് ഇഷ്ടമായില്ല വെച്ചാലും ഗംഗോത്രിയിൽ അതിൻ്റെ നേരെ വിപരീതം കേട്ടോ. എന്തോന്നില്ലാത്തൊരു ചാം ഉണ്ട് ഇവിടെ. വൃത്തിയുണ്ട്, ഓഫ് കോഴ്സ്, ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ക്രൗഡ് ഫീലിംഗ് ഇല്ല. തിരക്കിൻ്റെ ഇടയിലും ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വൈകുന്നേരത്തെ ആരത്തിയൊക്കെ കഴിഞ്ഞ് നട അടയ്ക്കാനുള്ള സമയമായിരുന്നു. എന്തായാലും ഗംഗാദേവിയുടെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങനെ സമാപിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ചിലർ ഗോമുഖ് ഗ്ലേഷ്യറിലേക്ക് ട്രക്ക് ചെയ്യണതിൻ്റെ വിശേഷങ്ങളാണ്. അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഗോമുഖ് ട്രെക്ക് പാത്തിൽ വെച്ച് കാണാം. ബൈ.